അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷ് ഈസ് ലവ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ എന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ, ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൈദ അരിയൊന്നും ഞാൻ ചേർക്കണില്ല, ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പിന്നെ ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ പോകണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ടേസ്റ്റും വേണം, പെട്ടെന്ന് റെഡിയാക്കി എടുക്കും വേണം. അതുപോലൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് സവാള കൊത്തി അരിയണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, അത് കടിക്കാൻ കിട്ടാൻ വേണ്ടി ചെറിയൊരു പീസാക്കി ഇട്ടാൽ മതി, വലിയ വലിയ കഷ്ണങ്ങളാക്കി ഇടരുത്. ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള സവാള ആദ്യം അങ്ങനെ കൊത്തി അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ പൊട്ടാറ്റോ ആണ് വേണ്ടത്. പൊട്ടാറ്റോ ഒരു അല്പം മതി, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, ക്യാബേജ് ചേർക്കാം, പിന്നെ ക്യാപ്സിക്കം ചേർക്കാം, പിന്നെ നമുക്ക് ബീൻസ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ഉള്ള ഐറ്റംസൊക്കെ ചേർക്കാം. ഇനി കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്ക് സ്വീറ്റ് കോണ് അങ്ങനെ മല്ലിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ പിന്നെ കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഞാനിപ്പോൾ മക്കൾക്ക് കൂടി ഉണ്ടാക്കണതല്ല, അപ്പോൾ കൂടുതൽ ഫ്ലേവർ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്, പിന്നെ ഫ്ലാക്സ് സീഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് കൂടുതലായിട്ട് ഈ ഡയറ്റ് പ്ലാൻ ചെയ്യണവർക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു റെസിപ്പി. കാരണം എന്തായാലും എല്ലാ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം ഇതിൽ തന്നെ കിട്ടും. അങ്ങനെ ചെയ്ത് എല്ലാം കൂടി പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പി ആട്ടോ അത്. ഇനി കറീൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. ഇതിനിടയിൽ എനിക്ക് കുറേ വീഡിയോസ് നോമ്പും കാര്യങ്ങളും മറ്റേതൊക്കെ ആയി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാത്തവർ പോയി കാണണം, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിലും എന്തെങ്കിലും ട്രിക്സോ എന്തെങ്കിലും ടിപ്സൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യലും. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണ പോലെ എല്ലാവും ഞാൻ അങ്ങനെ ഒന്നും കരുതണ്ട. ഞാനെങ്ങനെ ഉണ്ടാക്കണത് അതുപോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ ഇതിപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അളവ് പറയണില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ട പിന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്നാൽ നല്ല ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച വെജസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിടാനൊന്നും മറക്കണ്ട, ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, 2-3 അല്ലി മാത്രം വെളുത്തുള്ളി പിന്നെ ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ എള്ള് ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. എള്ള് ചേർത്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട, ഉപ്പ് മാത്രം ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. വളരെ സിമ്പിളല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ റെസിപ്പി ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിളിന് പകരം നട്ട്സ് പൊടിച്ചത്, പിന്നെ ഈത്തപ്പഴം എന്താ പറയുക ഒന്നിങ്ങനെ
കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി എടുത്തത്, അല്ലെങ്കിൽ ഒന്ന് അരച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. പഞ്ചസാരക്ക് പകരം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്നിട്ട് ബനാനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിഞ്ഞ് ഇട്ടൊന്ന് റോളാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ റോബസ്റ്റ ഉണ്ടെങ്കിൽ ഈ മാവിൻ്റെ കൂടെ അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും സ്വീറ്റ് ആയിട്ടല്ല ചെയ്യണത്, അവർക്ക് സ്പൈസി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് പച്ചമുളകും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ. പച്ചമുളക് നിങ്ങളെ ആവശ്യത്തിന് നമുക്കിത് ഓരോന്നോരോന്നായി ചേർത്തെടുക്കുള്ളൂ. പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ചൂടായതിനു ശേഷം ഓരോ തവിയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് ചേർത്ത് കൊടുക്കണമെന്ന്, അതാട്ടോ അതിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ മിക്സിയിലൊന്ന് മാവ് നിങ്ങൾക്ക് ആദ്യം അടിച്ചെടുക്കാം കേട്ടോ. മുട്ടയും പിന്നെ ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചെയ്ത പച്ചക്കറി ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ കട്ട കെട്ടാതെ പിന്നെ ഇളക്കിയെടുക്കണം. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇനി എന്നും എനിക്ക് വീഡിയോ ഇടാൻ വിചാരിക്കുന്നുണ്ട്, ഏതായാലും കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതുവരെ നല്ല നല്ല വീഡിയോസ് ഇട്ടിരുന്നു, അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാതെയായി. നമുക്ക് ഓരോ ചട്ടി ചൂടാൻ ശേഷം ഓരോ അപ്പായിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ കട്ടി കുറഞ്ഞ് ചുട്ടെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇതിന് മേലെ നന്നായിട്ട് പിന്നെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഞാൻ രണ്ട് ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെള്ളമൊക്കെ വലിഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. അതാണ് അതിൻ്റെ പാകം. ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അത് നമ്മുടെ അപ്പം ഈസി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ചുട്ടെടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മുട്ട ചേർത്ത് ഉണ്ടാക്കിയോണ്ടൊരു പൊറോട്ടേൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു സ്മെല്ല് ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. പൊട്ടാറ്റോ ഇതാട്ടോ ഫൈനലൊക്കെ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ